BJP का വോട്ട് കാട്ടുക ഭയങ്കരമായിട്ട് പുതിയ ജനറേഷൻ ആൾക്കാരും, അതായത് നമ്മൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ BJPക്ക് ഇന്ത്യയുടെ സപ്പോർട്ട് വന്നത് ഈ 18 40 45 വയസ്സുള്ളവരുടെ വോട്ടാണ് കയറി വന്നത്. പുതിയ ഇന്ത്യ, അങ്ങനെയാണ് മോദി ഒരു വലിയ സംഭവമായി മാറുന്നത്. ഈ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് അവരുടെ വോട്ടും കൂടെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മോദി ഒരു ഇന്ത്യയിൽ തന്നെ അൺഡിസ്പ്യൂട്ടഡ് ലീഡറായിട്ട് മാറിയത്. അതിൻ്റെ ഒരു ഷിഫ്റ്റ് നമുക്ക് ബീഹാറിൽ കാണാൻ പറ്റും. അപ്പം ഈ പറയുന്ന 10,000 രൂപ സ്ത്രീകൾ കൊടുത്തൊന്നും എഫക്റ്റീവ് ആയിട്ടില്ല. ആൾക്കാർ പറഞ്ഞു ഓക്കെ ഫൈൻ, ആ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ബീഹാറിലെ ജനത ഡിസ്കസ് ചെയ്യുന്ന, അതായത് ചെറുപ്പക്കാരും മറ്റുള്ള ജനങ്ങളും, അതായത് ഞാൻ ഈ പറയുന്ന ന്യൂ ജനറേഷൻ, ഈ 18 40 വയസ്സുള്ളവർ ഡിസ്കസ് ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, വീടുകളിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ഒരു കഥാപാത്രം പ്രശാന്ത് കിഷോറാണ്. യുനിസെഫിലെ ജോലി രാജിവെച്ച് ഇലക്ഷൻ എക്സ്പേർട്ടായിട്ട് വന്നിട്ട് കഴിഞ്ഞ 2 വർഷം കൊണ്ട് സ്ക്രാച്ചിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ്. സ്ക്രാച്ച്, പൂജ്യത്തിൽ നിന്നും പദയാത്രയൊക്കെ നടത്തി ബീഹാറിൽ ഉണ്ടാക്കിയെടുത്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ്. എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്, അയാൾ മത്സരിക്കുന്നില്ല. അതായത് ന്യൂ ഏജ് പൊളിറ്റിക്കൽ പാർട്ടിയാണിത്. അത് ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം ന്യൂ ഏജ് പൊളിറ്റിക്കൽ പാർട്ടി, ട്രഡീഷണൽ ലിങ്ക് ഇല്ല. എടുത്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ബാക്ക്വേർഡ് ക്ലാസ്, അതായത് റിസർവേഷൻ അവിടെയുള്ള സീറ്റുകളിലെല്ലാം പൊതുവെ ഒരു പപ്പറ്റിനെ കൊണ്ട് അങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇയാൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അവിടെ പലയിടത്തും കാൻഡിഡേറ്റ് ആക്കിയിരിക്കുന്നത് സിവിൽ IASലോ IPSലോ IRSലും ചില ആൾക്കാർ ഒരു ജോലി അവരെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ച്, അതേപോലെ പ്രഗത്ഭരും അറിയപ്പെടുന്ന ഒരു അധ്യാപകർ, ആക്ടിവിസ്റ്റുകൾ, ഇവരെ എല്ലാം കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം അയാളുടെ എത്ര മുഴുവൻ കാൻഡിഡേറ്റ്സിനെ നിർത്തിയിരിക്കുന്നത്.